രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ 110ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി തുടർന്ന് വരുന്ന 2 എപ്പിസോഡുകൾ നിശ്ചയമായും കാണണം. സാക്ഷാൽ രാധാ റാണിയുടെ മഹത്വം കൃഷ്ണന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടുകൊള്ളൂ. ഇത് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ കേൾക്കുക. ആരാണ് രാധ? ആരാണ് രാധാ റാണി? കൃഷ്ണൻ പറയുന്നു, എനിക്ക് എൻ്റെ രാധ ആരാണെന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ചും കൃഷ്ണഭക്തര് നിശ്ചയമായും കേൾക്കേണ്ട ഒരു വീഡിയോ, ഇല്ലെങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് 110 എപ്പിസോഡായി. തുടക്കം മുതൽ കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അവിടുന്ന് കേൾക്കുക. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉള്ളത് നിരവധി റിസർച്ച് നടത്തിയെടുക്കുകയാണ്. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച ദിവസം ധർമ്മപദം, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഉണ്ട്, കാണാം. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്, വന്ന് പഠിക്കാം. കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതേ കണക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ ഡിസ്കഷൻ ബോക്സിൽ ഫോൺ നമ്പർ ഉണ്ട്, 96453339 വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ നിങ്ങൾ ഹിന്ദുക്കൾ അറിയേണ്ട വീഡിയോ കാണണം. അഷ്ടാവക്ര ഗീത നിശ്ചയമായും ഒരു ഹിന്ദു ആ വീഡിയോ നിങ്ങൾ കേട്ടിരിക്കണം. നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംശയങ്ങളും മാറും. കുടുംബമായി താമസിക്കുന്നവർ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ രാധയുടെ പ്രണയം 110ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാരി രാധാറാണിക്ക് വിളിച്ചോളൂ ജയ്. എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. അപ്പൊ ഞാൻ എന്റെ മാതാവ് എന്ന് പറയുമ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞോളണം. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്നി രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എന്റെ പൊന്നി രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് 110 എപ്പിസോഡ് അവതരിപ്പിക്കാൻ എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം തന്ന എന്റെ പൊന്നി രാധാറാണി അമ്മക്ക് ജയ്. ഇനി നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, എനിക്ക് 110 എപ്പിസോഡ് കാണാൻ ഭാഗ്യം ലഭിച്ച ആ ഭാഗ്യം തന്ന എന്റെ രാധാറാണി അമ്മക്ക് ജയ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കേട്ടിരിക്കണം. അതേ കണക്ക് തന്നെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പൊ എന്നോട് ചിലരൊക്കെ പറഞ്ഞു, ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ സാർ ഈ രാധയുടെ കഥ പറയുന്നത് പോലെ പറയണേ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കൃഷ്ണനെ കുറിച്ചുള്ള പല പല സംശയങ്ങളുണ്ട്, അതിനൊക്കെയുള്ള മറുപടി. എന്താണ് ഇന്ന് കൃഷ്ണന്റെ പ്രസക്തി? ചിലർ പറയും കൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ചിലർ പറയും കുഞ്ഞുനാളിലൊക്കെ കൃഷ്ണൻ ഇങ്ങനെ ആളുകളെ കൊന്നു. ഇതൊക്കെ എത്രത്തോളം സത്യം? അങ്ങനെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർക്കുകയാണോ വേണ്ടത്? അതാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. അതല്ല, ഇത് രണ്ടും കൂടെ ചേർത്ത് വേണമോ? അതായത് കൃഷ്ണന്റെ ജീവിതകഥയും വേണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് പല പല സംശയങ്ങൾ കൃഷ്ണനെ കുറിച്ചുണ്ട്, അപ്പൊ അത് തീർക്കണം. അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് വേണോ? അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ 96453339 എന്ന നമ്പറിലേക്കോ നിങ്ങൾ അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര് അവര് 3 പേരും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുക്കലെത്തി, രാധാറാണിയുടെ അടുക്കലെത്തി. സങ്കടം ഉണർത്തിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വരുന്നു ഭൂമിയിലേക്ക്, ഞാൻ ഭൂമിയിലേക്ക് വരികയാണ്. എപ്പോഴൊക്കെയാണോ അധർമ്മം പെരുകുന്നത് അപ്പോഴെല്ലാം ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ സന്തോഷമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രാധാറാണി എഴുന്നേറ്റു. രാധാറാണി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല, അങ്ങ് ഭൂമിയിലേക്ക് പോകാൻ പോകുന്നില്ല. ഈ അവതാരത്തിന് ഞാൻ സമ്മതിക്കുകയില്ല. കൃഷ്ണൻ ഇങ്ങനെ രാധാറാണിയെ നോക്കി. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് സ്തംഭിച്ചു നിൽക്കുകയാണ്. അപ്പോൾ രാധാറാണി പറഞ്ഞു, നിങ്ങൾ ദേവന്മാർക്ക് തിരികെ പോകാം, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിലേക്ക് ഈ അവതാരം എടുക്കാൻ വരാൻ പോകുന്നില്ല. ആ സമയത്ത് ശതചന്ദ്രാനന തന്റെ ചൂരൽ വടി ഒന്ന് ചുഴറ്റി. എന്നിട്ട് രാധാറാണിയെ നോക്കി. അപ്പൊ രാധാറാണി പറഞ്ഞു, ശതചന്ദ്രാനനെ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒരു നിമിഷം രാധേ, എന്തുകൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് പോകണ്ട എന്ന് നീ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് ഭൂമിയിലേക്ക് നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കൃഷ്ണനില്ലാതെ രാധയില്ല. കർപ്പൂരപ്പൊടി പോലെ ഞാൻ ഇല്ലാതായി മാറും. കൃഷ്ണനില്ലാതെ ഒരു നിമിഷം ഈ രാധയ്ക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ല, ശ്വസിക്കാൻ പോലും കഴിയില്ല. ഭൂമിയിൽ പോയി അങ്ങ് തിരിച്ചു വരുന്നത് വരെ ഈ ഗോലോകത്ത് വസിക്കാൻ രാധയ്ക്കാവില്ല. ആ നിമിഷം ഞാൻ പ്രാണത്യാഗം ചെയ്തിരിക്കും. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാധേ, നീ ഇല്ലാതെ
എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് നീ കരുതുന്നുണ്ടോ? അപ്പോൾ രാധാറാണി ചോദ്യഭാവത്തിൽ നോക്കി. ദേവന്മാരും നിൽക്കുകയാണ് ഇത് കേട്ടുകൊണ്ട്. വിശാഖയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നോക്കൂ രാധേ, നീ ഇല്ലാതെ എനിക്കൊരിക്കലും ഭൂമിയിലേക്ക് പോകാൻ കഴിയില്ല. ഇതിനു മുമ്പൊക്കെയുള്ള എൻ്റെ അവതാരങ്ങൾ അംശാവതാരങ്ങളാണ്. അപ്പോഴൊക്കെ നിന്റെ കൂടെ ഞാൻ സമീപത്തുണ്ടായിരുന്നു. എന്നാൽ ഇത് സമ്പൂർണ്ണ അവതാരമാണ്. രാധേ, നീ ഇല്ലെങ്കിൽ കൃഷ്ണനില്ല, കൃഷ്ണനില്ലെങ്കിൽ നീയുമില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് ദേവന്മാരോട് പറഞ്ഞു, നോക്കൂ, എൻ്റെ ക്ലാദിനി ശക്തിയാണ് രാധ. ഇവളില്ലാതെ ഞാൻ ഭൂമിയിലേക്ക് വന്നാൽ എനിക്കൊരിക്കലും ധർമ്മം സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ധർമ്മം ഈ രാധയാകുന്നു. അവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ ഞാൻ എന്ത് ധർമ്മം സ്ഥാപിക്കും എന്ന് മാത്രവുമല്ല, അവിടുത്തെ യുദ്ധങ്ങളിൽ ഞാൻ അശക്തനാകുമെന്ന് നിങ്ങൾ അറിയുക. എൻ്റെ സുദർശനത്തിൻ്റെ ശക്തി പോലും രാധയാണ്. രാധേ, നീ ഇല്ലാതെ ഞാൻ ഭൂമിയിലേക്ക് പോകുമെന്ന് നീ കരുതിയോ? അപ്പോൾ രാധ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതേ രാധേ, നീ ഭൂമിയിലേക്ക് പോകുന്നു, ഞാനും ഭൂമിയിലേക്ക് വരുന്നു. അവിടെ വച്ച് നമ്മൾ ആനന്ദപരമായി ആനന്ദ നൃത്തം ചവിട്ടി നമ്മൾ ജീവിക്കുന്നു. ഈ ഭൂലോകം നിലനിൽക്കുവോളം കാലം രാധാകൃഷ്ണന്മാര് ഭൂമിയിലെ ജനങ്ങളുടെ മനസ്സിൽ പതിയാൻ പോവുകയാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വൃന്ദാവനമില്ലാതെ, യമുനയില്ലാതെ, ഗോവർദ്ധനമില്ലാതെ എനിക്ക് മനോസുഖം കിട്ടുകയില്ല. എനിക്ക് അങ്ങയുടെ സാമീപ്യം വേണം. അതോടൊപ്പം തന്നെ എനിക്ക് വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവും വേണം. അതിൻ്റെ മുന്നിൽ വെച്ച് വേണം നമുക്ക് രാസലീലയാടാൻ. അതില്ലാതെ ഭൂമിയിലേക്ക് ഞാൻ വരുന്നില്ല. ദേവന്മാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ 14 ലോകവും അമ്മാനമാടുന്ന കൃഷ്ണനോടാണ് രാധാറാണി ഇങ്ങനെ നിൽക്കുന്നത്. അതേ രാധാറാണിയുടെ ചൂണ്ട് വിരൽ തുമ്പിലിങ്ങനെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണൻ ആ രാധാറാണിയുടെ എല്ലാ ഭാവങ്ങളും ആസ്വദിക്കുന്ന നാരായണനെ അത്ഭുതത്തോടു കൂടി അവർ കണ്ടു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി ഒരിക്കലും കൃഷ്ണനൊന്നും ചെയ്യുകയില്ല. 84 ദിവ്യകോശ സ്ഥലം, അതേ ഈ ഗോലോകത്തെ 84 ദിവ്യകോശ സ്ഥലം ഭൂമിയിലേക്ക് പോകുന്നു. അവിടം വൃന്ദാവനം, നമ്മുടെ വൃന്ദാവനമാണ്. 84 ദിവ്യകോശ സ്ഥലമാണ് വൃന്ദാവനം. ഗോലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പോകുന്നത്. അത്രയും സ്ഥലത്ത് ഭൂമിയിൽ വൃന്ദാവനം ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഗോവർദ്ധന പർവ്വതവും രാധേ നിനക്കായി വരുന്നു. കാരണം നിനക്കേറെ പ്രിയപ്പെട്ടതാണ് ഗോവർദ്ധനം. യമുന നദിയും ഭൂമിയിലേക്ക് വരുന്നു. വൃന്ദാവനം, ഗോവർദ്ധനം, യമുന, അതിൻ്റെ തീരത്ത് രാധേ നമ്മുടെ രാസലീല തീർന്നില്ല. രാധേ, നിന്റെ പ്രിയപ്പെട്ട സഖികളുണ്ടല്ലോ, നിനക്ക് കൂട്ടായിട്ട് അവിടെയും അവരുണ്ടായിരിക്കും. വിശാഖ, ലളിത, രമ, മധുമാധുരി, വിരജ, ഇവരെല്ലാം പിന്നെ മായ, ഇവരെല്ലാം നിനക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഗോപികമാരായി വരാൻ പോവുകയാണ്. രാധേ, നിനക്കെവിടെ യാത്രയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും രാധേ, വൃന്ദാവന ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ലളിതയായിരിക്കും നിന്റെ ആത്മസഖി. അത് കഴിയുമ്പോൾ അവൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് മാറും. അതിനുശേഷമുള്ള നിന്റെ ജീവിതത്തിൽ നിനക്കെന്നും തുണയായിട്ട് വിശാഖ ഉണ്ടായിരിക്കും. വിശാഖ അമ്പരന്ന് തൻ്റെ അടുത്തിരിക്കണ ഗോപികയെ നോക്കി. അപ്പൊ ഗോപിക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ആരാണെന്ന് അറിയാനാണ്. രാധാറാണി അധികം താമസിയാതെ ഒരു വലിയ യാത്രയ്ക്ക് പോകും. വൃന്ദാവനം വിടും. നീ കൂടെ ഉണ്ടാകണം. തുടർന്ന് നീ കാണൂ എന്ന് പറഞ്ഞു.
അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വസുദേവന്റെയും ദേവകിയുടെയും മകനായി ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. എന്നേക്കാൾ 5 വർഷം മുമ്പേ രാധ ഭൂമിയിലെത്തും. ഈ രാധയും ഞാനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. രാധേ. അപ്പോൾ രാധാറാണി പറഞ്ഞു, നോക്കൂ കണ്ണ, 5 വർഷം മുമ്പ് ഞാൻ ഭൂമിയിലെത്താനോ? പറ്റില്ല. എനിക്ക് കണ്ണു തുറന്നാൽ നിന്നെ കാണണം. ഞാൻ കണ്ണു തുറക്കുന്നത് നിന്നെ കണ്ടുകൊണ്ടായിരിക്കണം. അപ്പോൾ രാധ കൊച്ചുകുട്ടിയെ പോലെ ശാഠ്യം പിടിക്കുന്നതെല്ലാം ദേവന്മാരിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിനെല്ലാം കൃഷ്ണൻ വഴങ്ങുന്നതും അവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, രാധേ, നീ കണ്ണു തുറക്കുമ്പോൾ എന്നെ തന്നെ കാണണമെന്ന് നിന്നേക്കാൾ നിർബന്ധം എനിക്കുണ്ട് രാധേ. നോക്കൂ, ദേവന്മാരോട് പറഞ്ഞു, ഈ രാധ 5 വർഷം മുന്നാലെ ഭൂമിയിലെത്തും. പക്ഷേ അവൾ കണ്ണു തുറക്കുന്നത് ഞാൻ എത്തുമ്പോൾ മാത്രമായിരിക്കും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അകലുന്നു. അതിനുശേഷം എനിക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ, രാധയ്ക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും കൂട്ടിമുട്ടും. ഞങ്ങളുടെ വൃന്ദാവന ലീലകൾ ആരംഭിക്കും. കൃഷ്ണൻ ഈ ഭൂമിയിൽ എന്നും സ്മരിക്കപ്പെടുന്നത് ആ വൃന്ദാവന ലീലകളുടെ പേരിലായിരിക്കും, രാധയുടെ പേരിലായിരിക്കും ഞാൻ ജനഹൃദയങ്ങളിൽ പതിയാൻ പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ രാധ ഭൂമിയിലെ ജനങ്ങളുടെ പ്രിയങ്കരിയായി കലിയുഗത്തിൽ മാറും. കലിയുഗത്തിന്റെ അവസാനമല്ലയോ ദേവന്മാരെ? എന്നേക്കാൾ ഭൂമിയിലെ ജനങ്ങൾക്ക് പ്രിയങ്കരിയായി രാധ മാറും. കലിയുഗത്തിന്റെ ഒടുവിൽ രാധാമയമായിരിക്കും ഈ ഭൂമി നിറയെ. ബർസാനയിൽ രാധാ ശബ്ദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബർസാനയിലെ പുരുഷനും സ്ത്രീയുമെല്ലാം രാധ എന്നറിയപ്പെടും. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയെ ഒന്ന് നോക്കി. രാധാറാണി പ്രണയപൂർവം പുഞ്ചിരിച്ചു. അപ്പോൾ കൃഷ്ണൻ തൻ്റെ കൈയെടുത്ത് രാധയുടെ തോളത്തേക്കിട്ടു. ഇട്ടിട്ട് രാധാറാണിയെ ചേർത്ത് വെച്ചിട്ട് പറയുന്നു, ഞാൻ കൃഷ്ണൻ പറയുകയാണ്, കലിയുഗത്തിൽ വൃന്ദാവനം എന്നെയും രാധയും ചേർത്തുള്ള മന്ത്രങ്ങളാൽ മുഖരിതമാകണം. കലിയുഗത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാധയുടെ പേര് ആദ്യം ഉച്ചരിച്ചുകൊണ്ടുള്ള ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ എന്ന മന്ത്രമായിരിക്കും. ആരാണോ കലിയുഗത്തിൽ രാധയുടെയും കൃഷ്ണന്റെയും പേര് ചേർത്തിട്ട് ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ എന്ന് ജപിക്കുന്നവൻ, അവനായിരിക്കും എനിക്ക് പ്രിയപ്പെട്ടവൻ. കൃഷ്ണ എന്ന എൻ്റെ നാമം ഉച്ചരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കലിയുഗത്തിൽ. ദേവന്മാരെ, നിങ്ങൾ ഭൂമിയിലെത്തിയാലും എന്നെ രാധാകൃഷ്ണൻ എന്നറിയപ്പെടണം. അതോടൊപ്പം തന്നെ എനിക്ക് പ്രിയപ്പെട്ടവളായ രാധയെ ഞാൻ ചെയ്യുന്നത് പോലെ നൃത്തം ചവിട്ടി അവളെ ആരാധിക്കണം. അപ്പോൾ ദേവന്മാർ അമ്പരെന്നറിയാതെ ചോദിച്ചു പോയി, അങ്ങ് പൂജിക്കുന്നുവോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതെ, ഞാൻ ഈ രാധയെ പൂജിക്കുന്നു. ആ മഹാമന്ത്രം നൃത്തത്തിലൂടെ അല്ലാതെ പറയാൻ പാടില്ല. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അപ്പോൾ രാധാറാണി കൃഷ്ണനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് രാധാറാണി പറഞ്ഞു, രാധാകൃഷ്ണായ നമഃ, ഓ രാധാകൃഷ്ണായ നമഃ. ദേവന്മാരത് കണ്ട് അമ്പരന്നു പോയി. കൃഷ്ണൻ പറഞ്ഞു, രാധയെ ഭജിക്കാതെ എന്നെ മാത്രം ഭജിക്കുന്നവൻ മൂഢന്മാരാണ്. അവൻ ബ്രഹ്മഹത്യാ പാപത്തിന് അർഹനാകുന്നതാണ്. ഇത് കേട്ട് ദേവന്മാര് ഞെട്ടിപ്പോയി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നുകൂടി ഞാൻ പറയട്ടെ. ബർസാനയിൽ രാധയുടെ നാമം മാത്രമേ മുഴങ്ങുകയുള്ളൂ. മറ്റു നാമങ്ങൾ ആരുച്ചരിച്ചാലും നാം സഹിക്കുകയില്ല.
ബർസാനയിൽ രാധ എന്ന നാമം മാത്രം, രാധാകൃഷ്ണ എന്ന നാമം പോലും പാടില്ല. രാധാകുണ്ടിൽ സ്നാനം ചെയ്യാതെ വൃന്ദാവനം ദർശിക്കുന്നവർക്ക് പൂർണ്ണ ഫലമുണ്ടാകില്ല. വൃന്ദാവനം ദർശിക്കുന്നവർ രാധാകുണ്ടിൽ സ്നാനം ചെയ്ത് ഗോവർദ്ധനത്തെ വലം വയ്ക്കണം. കാരണം എന്റെ രാധയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഗോവർദ്ധനം എന്ന് പറയുന്നത്. അങ്ങനെ രാധാകുണ്ടിൽ ആരാണോ മുങ്ങിക്കുളിക്കുന്നത് അവൻ സർവ പാപങ്ങളും നശിച്ചിരിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും അവന്റെ പാപമില്ലാതാകും. രാധയുടെ കഥകൾക്കായി കാതുകൾ ആരാണോ കൊടുക്കുന്നത്, രാധാ മന്ത്രം ചൊല്ലുന്നതിന് വേണ്ടി ആരാണോ ചുണ്ടുകൾ ചലിപ്പിക്കുന്നത്, അവർക്കൊരു കാരണവശാലും ഇനി ജന്മങ്ങൾ ഉണ്ടാകുന്നതല്ല. രാധാ ഭക്തർ ഭാഗ്യവാന്മാരായിരിക്കും. അവർക്ക് ഈ കൃഷ്ണന്റെയും രാധയുടെയും കൃപ ഉണ്ടായിരിക്കും. ദേവന്മാരെ, എന്റെ ഭക്തർ വൈകുണ്ഠത്തെത്തും. രാധാഭക്തരാകട്ടെ ഗോലോകത്തെത്തും. രാധാകൃഷ്ണ ഭക്തരും ഗോലോകത്തെത്തും. എന്നെയും രാധയെയും ഒന്നിച്ചാരാധിക്കുന്നവരും രാധയെ മാത്രം ആരാധിക്കുന്നവരും ഗോലോകത്തെത്തും. രാധയെ മാറ്റി നിർത്തി എന്നെ ആരാധിക്കുന്നവൻ ഒരു കാരണവശാലും ഗോലോകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മരണസമയത്ത് രാധാഭക്തരെ കൊണ്ടുപോകാൻ വിശാഖയും ലളിതയും എത്തിയിരിക്കും. അങ്ങോട്ടേക്ക് യമരാജന് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. രാധാറാണിയുടെ മഹത്വങ്ങൾ കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. എന്താണ് കൃഷ്ണന്റെ ഹൃദയത്തിൽ രാധയുടെ സ്ഥാനം എന്നവര് മനസ്സിലാക്കുകയാണ്. ആത്മാവ്, അവരുടെ ആത്മാവ്, രാധാഭക്തരുടെ ആത്മാവ് വളരെ ശാന്തമായി ശരീരത്തിൽ നിന്ന് പോകും. ഒരു പൂവ് കൊഴിയുന്നത് പോലെ അത്ര ലാഘവത്തിലായിരിക്കും പോകുന്നത്. ആരാണോ രാധാ ഗായത്രി നിത്യവും ജപിക്കുന്നത് അവർക്ക് നിശ്ചയമായും പ്രണയ സാഫല്യവും ധനധാന സമൃദ്ധിയും രോഗങ്ങളിൽ നിന്ന് മോചനവും പിശാചുകളോ കലിയുടെ ബാധയോ അവർക്കുണ്ടാകുന്നതല്ല. അതിനാൽ കലിയുഗത്തിൽ ജനങ്ങൾ നിശ്ചയമായും രാധാ ഗായത്രി ജപിക്കണം. അപ്പോൾ പറഞ്ഞു, രാധാ ഗായത്രിയോ, അങ്ങനെയുണ്ടോ? സാധാരണ ഗായത്രി മന്ത്രം മാത്രമാണ് ഞങ്ങൾക്കറിയാവുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധാ ഗായത്രി അതിവിശിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഗോപ്യമാക്കി വെച്ചത്. എന്നാൽ എൻ്റെ രാധ ഭൂമിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് രാധാ ഗായത്രിയെ പോലെ മറ്റൊരു ഗായത്രിയും പ്രയോജനപ്പെടുകയില്ല. ഓം വൃഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായേ ധീമഹി തന്നോ രാധാ പ്രചോദയാത്. ഓം വൃഷഭാനുജായേ വിദ്മഹേ കൃഷ്ണപ്രിയായേ ധീമഹി തന്നോ രാധാ പ്രചോദയാത്. ഭക്തിയിൽ മുഴുകി കൃഷ്ണൻ തന്നെ രാധാ ഗായത്രി പറയുന്നത് കേട്ട് അമ്പരന്നു പോയി. അവന് നിശ്ചയ പ്രണയസാഫല്യം, അവന് രോഗങ്ങളിൽ നിന്ന് മുക്തി, മറ്റു പിശാചുക്കളോ ഭൂതങ്ങളോ ആരും തന്നെ അവനെ ബാധിക്കുകയില്ല. കലി അവന്റെ സമീപത്തുകൂടി പോലും പോവുകയില്ല. ഇനി ഒന്നുകൂടി കേട്ടുകൊള്ളൂ, ഭൂമിയിലെ മനുഷ്യര് എനിക്കെന്ത് സമർപ്പിക്കുന്നതും രാധയിലൂടെ മാത്രമായിരിക്കണം. രാധയിലൂടെ തരാത്ത ഒന്നും കൃഷ്ണൻ സ്വീകരിക്കുന്നതല്ല. എന്നിട്ട് രാധാറാണിയെ ഒന്ന് നോക്കി. അതെ, ആ നോട്ടത്തിന്റെ അർത്ഥം ഇതാണ്. എന്താ രാധേ, നീ തൃപ്തയല്ലേ, നീ സംതൃപ്തിയല്ലേ? രാധാറാണി പുഞ്ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുകൂടി വിശദമാക്കാമോ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഭൂമിയിലെ മനുഷ്യർ
എനിക്കായി തരുന്നതെന്തും രാധയുടെ കൈകളിൽ ഏൽപ്പിക്കണം. ഭൂമിയിൽ എനിക്ക് വെണ്ണയും തുളസിമാലയും പ്രിയപ്പെട്ടതായിരിക്കും. എനിക്കായി തുളസിമാല രാധയെ ഏൽപ്പിക്കണം, അവൾ എനിക്ക് തരും. എനിക്കായി വെണ്ണ രാധയെ ഏൽപ്പിക്കണം, അവൾ എനിക്ക് തരും. നോക്കൂ, ഇവിടെ രാധ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിക്കുന്നത്. രാധയുടെ ഉച്ഛിഷ്ടമാണ് ഞാൻ കഴിക്കുന്നത്. അമ്പരന്ന് പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉച്ഛിഷ്ടം കഴിക്കുകയോ? അതേ, രാധ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ദിവ്യമായി മാറുകയാണ്. ദേവന്മാരെ, നിങ്ങളത് മനസ്സിലാക്കുക. അതിനാൽ എനിക്കെന്തും രാധയിലൂടെ തരണം. ഇനി ഞാൻ രാധേ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണിത്. നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട്, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുന്നു, കൃഷ്ണനൊരു തുളസിമാല കൊടുക്കണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ കൃഷ്ണൻ്റെ പടിക്കൽ കൊണ്ടുവന്ന് തുളസിമാല വെച്ചിട്ട് നിങ്ങൾ പറയണം, കൃഷ്ണ നിങ്ങൾ പറയണം, അമ്മേ രാധാറാണി അമ്മേ, എനിക്ക് വേണ്ടി ഈ തുളസിമാല കൃഷ്ണന് കൊടുക്കണമേ. എന്നിട്ട് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് രാധാറാണിയോട് പറയണം. അമ്മേ രാധാറാണി അമ്മേ, എൻ്റെ മകളുടെ വിവാഹം ഒന്ന് നടത്തിത്തരാൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയണേ. നിങ്ങൾ കഠിന കൃഷ്ണഭക്തരാണെങ്കിൽ രാധാഭക്തർക്കെല്ലാം രാധാറാണി അമ്മ എന്ന് ചെയ്തു തരും. നിങ്ങളുടെ എന്താവശ്യവും രാധാറാണി പറഞ്ഞാൽ ആ നിമിഷം ചെയ്തിരിക്കും. അതിന് വലിയ സംശയമൊന്നും വേണ്ട. ഭൂമിയിൽ തന്നെ നിങ്ങൾക്കൊരു കാമുകിയുണ്ടെന്നിരിക്കട്ടെ, അല്ലേ? പുരുഷന്മാർ പ്രത്യേകം കേൾക്കുക, നിങ്ങൾക്കൊരു കാമുകിയുണ്ട്. കാമുകിയുണ്ടെങ്കിൽ ലോകത്താര് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു വലിയ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കാമുകി വിളിച്ചിട്ട്, ദേ നോക്കൂ, എൻ്റെ ഒരു റിലേറ്റീവ് വരികയാണ്, ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായും കൊടുത്തിരിക്കും. ഭാര്യ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കത്തില്ല, കാമുകി വിളിച്ചു പറഞ്ഞാൽ കൊടുത്തെന്നിരിക്കും. അത് തന്നെയാണ് ജനങ്ങൾ രുക്മിണി ദേവിയെ ആരാധിക്കാതെ രാധാറാണിയുടെ അടുക്കലേക്ക് വരുന്നതും. രുക്മിണി ദേവി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങയുടെ കാമുകിയായിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എന്താവശ്യങ്ങളും ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് രാധാറാണിയിലൂടെ മാത്രമായിരിക്കണം. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഭൂമിയിലെ മനുഷ്യര് എനിക്കെന്ത് തന്നാലും രാധയിലൂടെ തന്നാൽ ഞാൻ തൃപ്തിയാകുന്നു. എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ട്. അവർക്കെല്ലാം രാധാഭക്തർ സ്വന്തം ഭക്തന്മാരെ പോലെ ആയിരിക്കണം. ഒരു ശിവഭക്തനോട് ശിവൻ കാണിക്കുന്ന സ്നേഹം, വിഷ്ണു ഭക്തനോട് വിഷ്ണു കാണിക്കുന്ന സ്നേഹം, അതേ സ്നേഹം എൻ്റെ രാധയുടെ ഭക്തരോട് നിങ്ങൾ കാണിച്ചിരിക്കണം. നിങ്ങളുടെ ഭക്തരെക്കാൾ പ്രിയപ്പെട്ടവരായിരിക്കണം രാധാഭക്തർ. അതാണ് കൃഷ്ണൻ പറയുന്നത്. മറ്റു ദൈവങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭക്തരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊള്ളൂ, പക്ഷെ അവരെക്കാൾ പ്രിയപ്പെട്ടവരായിരിക്കണം രാധാഭക്തര്. രാധാഭക്തരെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ മറ്റു ദൈവങ്ങൾക്കാർക്കും അവകാശമില്ല, ഈ എനിക്ക് പോലുമില്ല. രാധാഭക്തരെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള ഒരേ ഒരധികാരം ഗോകുലം അടക്കി വാഴുന്ന എൻ്റെ വാമഭാഗം പങ്കിടുന്ന രാധ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ അറിയുക. ആരാണോ ഭൂമിയിൽ ജനിച്ച് രാധയുടെ ക്ഷേത്രം പണിയുന്നവര്, അവർക്ക് മുന്നിൽ സർവദേവതകളും നമിച്ചിരിക്കും. അവര് സൂക്ഷ്മ ശരീരത്തോടുകൂടി അവർക്ക് ഗോലോകത്ത് പ്രവേശനം ഉണ്ടായിരിക്കും. മറ്റാർക്കും അതിന് സാധ്യമല്ല. അവർക്കിഷ്ടമുള്ള ഊർധ്വലോകങ്ങളിലെല്ലാം സഞ്ചരിക്കാം, എവിടെയും അവർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. രാധയെ ഭജിക്കുന്നവർക്ക് നദിയിൽ നിന്നോ സമുദ്രത്തിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നോ അസ്ത്രശസ്ത്രങ്ങളിൽ നിന്നോ അപായമുണ്ടാകുന്നതല്ല. അപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അത് കേട്ട പാതി രാധാറാണിയുടെ കാൽക്കൽ കുമ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ അമ്മേ രാധാറാണി അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ഭഗവാനും
അമ്മയും അവതരിക്കണം. അവതരിച്ചിട്ട് ഭൂമിയിലെ ദുഷ്ടന്മാരിൽ നിന്ന് അമ്മേ ഞങ്ങളെ രക്ഷിക്കണേ അമ്മേ, ഞങ്ങളെ രക്ഷിക്കണേ അമ്മേ. രാധാറാണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തഥാസ്തു. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ തന്റെ വശസ്സിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് പറഞ്ഞു, ഈ 14 ലോകങ്ങളിലും രാധാഭക്തർക്ക് സൂക്ഷ്മ ശരീരത്തോടെ എത്താൻ പറ്റും. രാധാഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൃഗങ്ങളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഇടി മിന്നൽ പേമാരി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നോ ആപത്തുകൾ സംഭവിക്കുന്നതല്ല. അപ്പോൾ ഇന്ദ്രദേവൻ ഒരിക്കലും രാധാഭക്തരെ തൊടാൻ പോലും സാധ്യമല്ല. രാധാഭക്തരെ വിഷം തീണ്ടില്ല. രാധാഭക്തരെ വിഷം തീണ്ടില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, രാധാഭക്തരെ കണ്ടാൽ വിഷജന്തുക്കൾ പത്തി മടക്കി തിരികെ പോകും. ആരാണോ രാധാഭക്തരെ നിന്ദിക്കുന്നത് അവൻ മോക്ഷം കിട്ടാതെ അലയും. ജീവിത സായാഹ്നത്തിൽ രാധാഭക്തൻ മായയിൽ നിന്ന് മുക്തനായി തീരുമെന്ന് ഈ കൃഷ്ണനിതാ ഇവിടെ പ്രഖ്യാപിക്കുന്നു. മായയിൽ നിന്ന് മുക്തനാകാൻ രാധാഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ചോദിച്ചു, രാധേ നിനക്ക് സന്തോഷമായോ? രാധാറാണി പറഞ്ഞു, നിശ്ചയമായും. ഭൂമിയിലേക്ക് എന്നോടൊപ്പം വരാൻ നിനക്ക് സമ്മതമാണോ? തീർച്ചയായിട്ടും സമ്മതമാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവന്മാരും കേൾക്കാൻ ഞാൻ പറയുന്നു. ഹരി, നാരായണൻ, ശ്രീകൃഷ്ണൻ തുടങ്ങി എനിക്ക് അനേകം നാമങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങൾ രാധാകൃഷ്ണനും ഗോവിന്ദനുമായിരിക്കും. അപ്പോൾ മഹേശ്വരൻ ചോദിച്ചു, ഗോവിന്ദനോ? ഗോവിന്ദനാമം അദ്ദേഹത്തെ അങ്ങേക്കേറെ പ്രിയപ്പെട്ടതാണോ? അതെ, ഗോവിന്ദനാമം എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ അതിൽ ഗോക്കളുണ്ട്, വൃന്ദാവനമുണ്ട്, രാധയുണ്ട്. രാധയുള്ളത് എന്തും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതിനാൽ ഹരി എന്ന് പറയുന്നതിനേക്കാളും നാരായണനെന്നോ ശ്രീകൃഷ്ണനെന്നോ എൻ്റെ ഏത് നാമം ഉച്ചരിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് പ്രിയപ്പെട്ട നാമം രാധാകൃഷ്ണനെന്നോ ഗോവിന്ദെന്നോ പറയുന്നതായിരിക്കും. അത് മനസ്സിലാക്കുക. ഓം രാധാകൃഷ്ണായ എന്ന് ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ ഓം ഗോവിന്ദ എന്ന് പറഞ്ഞുകൊള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും കൃഷ്ണഭക്തര് ഹരി ഓം എന്ന് മാത്രമാണ് പറയുന്നത്. അല്ല, ഇതാണ് തനിക്ക് പ്രിയപ്പെട്ടത്. അല്ലയോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, നിങ്ങൾ ഒന്ന് കേൾക്കുക. ഞാൻ ബ്രഹ്മസ്വരൂപനാണ്, ഞാൻ പ്രകൃതിക്കതീതനാണ്. അതുപോലെ തന്നെ എൻ്റെ രാധയും ബ്രഹ്മസ്വരൂപമാണ്. രാധ ബ്രഹ്മസ്വരൂപിണിയാണ്. അവളും പ്രകൃതിക്കതീതയായിരിക്കും. കർമാനുഷ്ഠാനത്തിൽ ഞാൻ ഗുണാതീതനാകുന്നു. അതുപോലെ കർമാനുഷ്ഠാനത്തിൽ രാധയും ഗുണാതീതയാകുന്നു. കർമാനുഷ്ഠാനത്തിൽ ദേവന്മാരെ രാധ പ്രകൃതിയായി മാറും. ഈ രാധ ഹരിയെപ്പോലെ എന്നും നിത്യയായിരിക്കും. അവളെ അമ്മ എന്ന് കണ്ട് ഉപാസിക്കുന്നവൻ ആരാണോ അവന് ഒരമ്മയിൽ നിന്ന് കിട്ടേണ്ട സർവ വാത്സല്യങ്ങളും ഉണ്ടാവുകയും അതിനുശേഷം ഗോലോകത്തെത്തി രാധയെ മാതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ജീവിക്കാനും സാധിക്കും. പ്രാണാധാരമായ ദേവി രാധയുടെ രൂപമാണെന്നറിയുക നിങ്ങൾ. രസനാധാരമായ ദേവി സരസ്വതി, സ്വയം സരസ്വതി, അത് രാധ സ്വയം സരസ്വതിയാണെന്നറിയുക നിങ്ങൾ. ബ്രഹ്മാവ് ഞെട്ടിപ്പോയി. ബ്രഹ്മാവ് പറഞ്ഞു, എന്ത് ഭഗവാനെ, സരസ്വതി രാധാറാണിയാണോ? നിശ്ചയമായും, നിശ്ചയമായും. ബുദ്ധിക്കാധാരമായ ദേവിയായ രാധയാണ് ദുർഗതി വിനാശിനിയായ ദുർഗ. അത് കേട്ട് ശിവൻ ഞെട്ടിപ്പോയി. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
ബുദ്ധിക്കാധാരമായ ദേവി രാധയാണ്. ആ രാധ തന്നെയാണ് സകല ദുർഗതിക്കും വിനാശകാരിയായ ദുർഗയായി ഭൂമിയിലേക്ക് അവതരിച്ചത്. എന്നിട്ട് ശിവഭഗവാനോട് ചോക്കി പറഞ്ഞു, ശിവനേ മഹേശ്വര, ഹിമവാന്റെ പുത്രി പാർവതി രാധയാകുന്നു. ഹിമവാന്റെ പുത്രി പാർവതി രാധയാകുന്നു. നോക്കൂ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ദേവേന്ദ്രൻ തുടങ്ങി സകല ദേവന്മാരുടെയും തേജസ്സിന്റെ ഇരിപ്പടം രാധയാണ്. രാധയുടെ മുഖം വാടിയാൽ ആ നിമിഷം നിങ്ങളുടെ തേജസ് നഷ്ടപ്പെടുന്നതായിരിക്കും. സകല അസുരന്മാരെയും നശിപ്പിക്കുന്നതും രാധയാണെന്നറിയുക, ഞാനല്ല. സമസ്ത ദേവവൈരികളുടെയും വിനാശകൻ രാധയാണ്. സകല ദേവന്മാരുടെയും ശരണാഗത രാധയാണ്. നിങ്ങൾക്ക് അസുരന്മാരെ നശിപ്പിക്കണമെങ്കിൽ രാധയ്ക്ക് മാത്രമേ കഴിയൂ. രാധയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. കേടൂ നിങ്ങൾ രാധയുടെ അനുമതി. അവർ രാധാറാണിയുടെ കാൽക്കൽ വീണു. അമ്മേ അമ്മേ അമ്മേ, രാധാറാണി അമ്മേ. അമ്മ തന്നെയാണ് ദുർഗ, അമ്മ തന്നെയാണ് പാർവതി ദേവി, അമ്മ തന്നെയാണ് സരസ്വതി ദേവി. സർവ്വതും ഞങ്ങൾ അറിയുന്നു, സർവ്വതും ഞങ്ങൾ അറിയുന്നു. അസുരന്മാരുടെ ശല്യം ഭൂമിയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ അസുരന്മാരുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങൾക്ക് അമ്മയല്ലാതെ ആശ്രയമില്ല, ഞങ്ങൾ അമ്മയെ അഭയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ഏത് സമയത്താണോ അസുരന്മാർ ദേവന്മാരെ കീഴടക്കുന്നത്, ആ സമയത്ത് ശ്രീകൃഷ്ണനോടൊപ്പം എന്റെ ശക്തി ലയിച്ചു ചേർന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഒന്നടങ്കം പറഞ്ഞു, ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, രാധയുടെ മഹത്വത്തിന്റെ ഒരംശം മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. നിങ്ങൾ അറിയണം, ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം എൻ്റെ രാധ ആരാണെന്ന്. എന്നിട്ട് കൃഷ്ണൻ രാധയെ നോക്കി. രാധ അത്യധികം പ്രണയത്തോടെ പുഞ്ചിരിച്ചു. ആ സമയത്ത് കൃഷ്ണന്റെ മയിൽപീലി ഒന്നിളകി. രാധാറാണി ആ മയിൽപീലി എടുത്ത് യഥാസ്ഥാനത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ സമ്പൂർണ്ണ ജഗത്തിന്റെ മാതാവ് അമ്മ രാധയാണ്. ദേവന്മാരെ, നിങ്ങൾ അറിയുക, വിശപ്പ്, ദാഹം, ദയ, പുഷ്ടി, ലജ്ജ, സകലതിന്റെയും ആധാരം രാധയാണ്. സകലതിന്റെയും വിശപ്പ്, ദാഹം, ദയ, പുഷ്ടി, ലജ്ജ, പുഷ്ടി ശരീരപ്രാപ്തി, ലജ്ജ, സകലതിന്റെയും ആധാരം രാധയാണ്. ദേവന്മാരെ, നിങ്ങൾ ഒന്നുകൂടി അറിയുക, മഹാവിഷ്ണു രാധ തന്നെയാണ് ക്ഷീരസാഗര ശയനയായ വിഷ്ണു പത്നി. വിഷ്ണു അമ്പരന്നു പോയി. ആരാണീ രാധ, ആരാണീ രാധ? അപ്പോഴാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, അതെ, ക്ഷീരസാഗര ശയനയായ വിഷ്ണു പത്നി സാക്ഷാൽ മഹാലക്ഷ്മി എന്റെ രാധയാണ്. വീട് വീടാന്തരമുള്ള ഗ്രഹലക്ഷ്മി എന്റെ രാധയാണെന്നറിയുക. ഓരോ വീട്ടിലും ഗ്രഹലക്ഷ്മി ഉണ്ടാകണമെങ്കിൽ എന്റെ രാധ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇന്ദ്രന്റെ അധീനതയിലുള്ള സ്വർഗലക്ഷ്മി രാധയാണ്. ഓർമ്മിക്കണേ, നിങ്ങളുടെ വീട്ടിലെ ഗ്രഹലക്ഷ്മി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ രാധ വേണം. അതിനാ ഞാൻ അഷ്ടപതി കൊല്ലാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ മാത്രമല്ല, സ്വർഗരാജ്യത്ത് ദേവേന്ദ്രന്റെ സ്വർഗലക്ഷ്മി എന്ന് പറയുന്നത് സാക്ഷാൽ രാധാറാണിയാണെന്നറിയുക. അപ്പൊ ഇന്ദ്രന്റെ അധീനതയിലുള്ള സ്വർഗലക്ഷ്മിയാണ്. തീർന്നില്ല, ദേവികളായ സരസ്വതി, ലക്ഷ്മി, പാർവതി, ദുർഗ, സർവ്വതും രാധയാണ്. അതുകൊണ്ട് തന്നെ രാധയെ രാധ അധിഷ്ഠാത്രിദേവിയായ രാസേശ്വരി എന്നറിയപ്പെടുന്നു. നോക്കൂ ദേവന്മാരെ, എന്റെ രാധ, രാധ അധിഷ്ഠ
രാധ അധിഷ്ഠാത്രി ദേവിയായ രാസേശ്വരി എന്നറിയപ്പെടുന്നു. അതായത് സരസ്വതി, ലക്ഷ്മി, ദുർഗ അല്ലെങ്കിൽ പാർവതി, ഇത് മുഴുവനും എൻ്റെ രാധയാകുന്നു. ഞാൻ ഗോലോകത്തെത്തിക്കഴിഞ്ഞാൽ ഓർമ്മിക്കുക, ഗോലോകത്ത് വെച്ച് ഞാൻ ചവയ്ക്കുന്ന വൃന്ദാവനത്തിൽ ഞങ്ങൾ രണ്ടുപിരിക്കുമ്പോൾ ഞാൻ ചവയ്ക്കുന്ന താമ്പൂലം അത് രാധയും ചവയ്ക്കും. രാധ ചവയ്ക്കുന്ന താമ്പൂലം അത് തിരിച്ചും ചെയ്യും. ഇന്നും തമിഴ്നാട്ടിലെ ബ്രാഹ്മണരുടെ ഇടയിൽ അതുണ്ടെന്ന് ആലോചിക്കുക. കല്യാണം കഴിഞ്ഞാൽ ആദ്യ രാത്രിയിൽ പുരുഷനും സ്ത്രീയും അല്ലേ, ഇപ്പൊ പുരുഷന്റെ വായിൽ താമ്പൂലം വെക്കും, എന്നിട്ട് രണ്ടുപേരും കൂടെ അത് ചവച്ച് 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 കൊണ്ടുവരും. അതിൻ്റെ ഉമിനീര് അവർ പരസ്പരം കൈമാറും. അതാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിൽ അവതരിക്കുമ്പോഴും ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ പത്നിമാര് പരസ്പരം താമ്പൂല ചർവണം നടത്തി കൈമാറി രാധാകൃഷ്ണന്മാരെ സ്മരിച്ചാൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും. നോക്കൂ ദേവന്മാരെ, ഞങ്ങളൊന്നാണ്. ഞങ്ങളുടെ രണ്ടുപേരിലും ശരീര വ്യത്യാസം മാത്രമേ ഉള്ളൂ, സ്തനവും പാലും പോലെ. ഇതിൽ പരൊരു ഉപമ പറയാനില്ല. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, ഞാനും രാധയും ഞങ്ങൾ രണ്ടും ഒന്നാണ്, ശരീര വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതുപോലെ ശരീര വ്യത്യാസം എന്ന് പറയുന്നത്? സ്തനവും പാലും പോലെ ഇല്ലേ. മാറിടത്തിന്റെ ആകൃതി വേറെയാണ്, അതിൽ നിന്ന് വരുന്ന പാലിന്റെ ആകൃതിയും മറ്റൊന്നാണ്. എന്നാൽ ഈ സ്തനത്തിൽ തന്നെയാണ് പാലുള്ളത്. സ്തനവും പാലും ഒരിക്കലും രണ്ടല്ല, ഒന്നാണ്. എന്നാൽ കാഴ്ചയില് രണ്ട് രൂപങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനും രാധയും രണ്ട് ശരീരങ്ങളാണെന്ന വ്യത്യാസം മാത്രം. സ്തനം എന്ന് പറഞ്ഞാൽ മാറിടവും അതിനുള്ളിലെ പാലും പോലെ ഞങ്ങൾ ഒന്നാണ്. ഞങ്ങളിൽ ഭിന്നത കാണുന്നവനാരാണോ, ഞങ്ങളിൽ ഭിന്നത കാണുന്നവൻ ചന്ദ്രനും സൂര്യനും നിൽക്കുന്ന കാലത്തോളം നരകത്തിൽ പതിക്കും. ഓർമ്മിക്കുക കൃഷ്ണഭക്തർ, ഓർമ്മിക്കുക കൃഷ്ണഭക്തർ, ഓർമ്മിക്കുക. രാധയെ ഭജിക്കാതെ കൃഷ്ണനെ വിളിച്ചാൽ നരകത്തിൽ. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില അഹങ്കാരികളായ സ്ത്രീകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് നരകത്തിൽ കിടന്നാലും വേണ്ടിയില്ല എന്ന്. അത് കൃഷ്ണനെ ധിക്കരിക്കലാണ്. കൃഷ്ണൻ പറയുന്നു നരകത്തിൽ കിടക്കുമെന്ന്. അപ്പൊ കൃഷ്ണന്റെ വാക്കുകളെ ധിക്കരിക്കരുത്. രാധയില്ലാതെ നിങ്ങൾ കൃഷ്ണനെ ഒരു കാരണവശാലും ഭജിക്കരുത്. രാധയെ ആരാണോ നിന്ദിക്കുന്നവൻ, അവൻ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്നത് വരെ കുംഭീപാകമെന്ന നരകത്തിൽ നരകിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇവിടെ ഇടയ്ക്ക് എപ്പോഴോ ആരോ നമ്മുടെ ചാനലിൽ എപ്പോഴോ കമന്റ് ഇട്ടായിരുന്നു, ഞങ്ങൾ നരകത്തിൽ പോയാലും ശരി തന്നെ ഞങ്ങൾ രാധയുടെ പേര് പറയത്തില്ല കൃഷ്ണന്റെ എന്ന്. ആ എഴുതിയ സ്ത്രീ നിശ്ചയമായും കുംഭീപാകമെന്ന നരകത്തിൽ പതിക്കാൻ അർഹയാണ്. മോചനത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. രാധാറാണിയമ്മയെ അഭയം പ്രാപിച്ച് കൃഷ്ണനോട് മാപ്പ് പറയുക. കാരണം അറിവുണ്ടായിട്ടും തെറ്റിക്കരുത്. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, രാധയെ നിന്ദിക്കുന്നവൻ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്നത് വരെ കുംഭീപാകമെന്ന നരകത്തിൽ അവൻ നരകിച്ചുകൊണ്ടിരിക്കും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുംഭീപാകം എന്ന നരകത്തിൽ പോകണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കണ്ട. ഇല്ലെങ്കിൽ ഓർമ്മിക്കുക, രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞു, സ്തനത്തിനുള്ളിലെ പാലും പോലെയാണ് ഞങ്ങൾ, പാലിന്റെ നിറമായ വെളുപ്പും പോലെയാണ് ഞങ്ങളിൽ ഭിന്നത കാണരുത്. ഇതൊക്കെ കേട്ടിട്ട് അതേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവതകളും കണ്ണു തള്ളി നിൽക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മാത്രമല്ല, ഈ ഞാനും കണ്ണു തള്ളി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് സാറിന്റെ കണ്ണ് തള്ളുന്നത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമന്റ് ബോക്സിലിടൂ. ഞാൻ പറയുന്നത് സത്യമാണ്.
ഞാൻ പറയുന്നത് സത്യമാണ്. ഇതൊക്കെ കേട്ട് എൻ്റെ കണ്ണ് തള്ളി നിൽക്കുകയാണ്. രാധാറാണിയുടെ മഹത്വം തീരുന്നില്ല. അത് ഇനിയും വരും അടുത്ത എപ്പിസോഡിൽ. പക്ഷേ ഞാൻ പറയുന്നു, ഇത്രയും കേട്ടിട്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എൻ്റെ കണ്ണുകൾ തള്ളി അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. എന്തിന് ദിലീപ് സാറിന്റെ കണ്ണുകൾ തള്ളി? എന്തിനാണ് ദിലീപ് സാറിന്റെ കണ്ണുകൾ തള്ളിയത്? അടുത്ത ചൊവ്വാഴ്ച ഞാൻ പറയാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രസേശ്വരി രാധികായേ സ്വാഹ.